പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോകളിൽ ജന്മനായുള്ള നടുവേദനയും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കൊണ്ടുള്ള നടുവേദനയുമാണ് പ്രധാനമായും നാം വിവരിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നീർക്കെട്ടും അണുബാധയും കൊണ്ടുള്ള നടുവേദനയാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് പകരുന്ന രോഗങ്ങൾ ആയിട്ടുള്ള TB, സ്പൈനൽ TB അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് രോഗങ്ങൾ, പിന്നീട് ഈ ആമവാദം, സന്ധിവാദം പോലെയുള്ള സന്ധിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നടുവേദന. അതിൽ പ്രധാനപ്പെട്ടത് ആങ്കൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ആർത്രൈറ്റിസ് കൊണ്ടുള്ള അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ജോയിൻറ്റുകൾക്കൊക്കെ വരുന്ന ബാംബൂ സ്പൈൻ പോലെയുള്ള നടുവേദനകളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഫൈനൽ ടെസ്റ്റ് HLA-B27 ആണ്, കൺഫർമേറ്ററി ടെസ്റ്റ്. അത് ഇല്ലാതെ തന്നെ നമുക്ക് സാധാരണ ലക്ഷണങ്ങളോട് കൂടി നേരത്തെ പറഞ്ഞിരിക്കുന്ന അംഗങ്ങളിൽ മുഴുവൻ വേദന, അരുചി, വായ്ക്ക് രുചിക്കുറവ്, തൃഷ്ണ, ദാഹം, ആലസ്യം, മടി, ഗൗരവം, തടിക്ക് കനം, ജ്വരഹ, രാത്രി പനി, സന്ധികളിൽ മുഴുവൻ നീരും വേദനയൊക്കെയുള്ള ഈ ആമവാദം പോലെയുള്ള കാരണങ്ങളാലോ അല്ലെങ്കിൽ രക്തവാദം, ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുള്ള നടുവേദനയൊക്കെ ഇതിൽ പെടുത്തുന്നതാണ്. ഇത് തന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് കൊണ്ടുള്ളതും അതേപോലെ തന്നെ ഡിസ്ക് തള്ളിയിട്ട് വരുന്ന നീർക്കെട്ടും, ഇത് രണ്ടും തമ്മിൽ പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് അത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ ഒക്കെ ആണെങ്കിൽ MRI പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ HLA-B27 പോലെയുള്ള അല്ലെങ്കിൽ ESR, പിന്നെ വാദത്തിൻ്റെ മറ്റ് ടെസ്റ്റൊക്കെ നമുക്ക് ഇതിൽ ചെയ്യേണ്ടി വരും. എങ്കിലും കൃത്യമായ ഡയഗ്നോസിസും ശരിയായ ചികിത്സയും ലഭിക്കുകയാണെങ്കിൽ ആങ്കൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് അടക്കമുള്ള ഇത്തരം രോഗങ്ങൾ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.